അനു അഗെയിൻ. ഇന്ന് നമ്മൾ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, ജർമ്മനി ആൻഡ് ബ്രിട്ടൻ ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ലെസണിലൊക്കെ പഠിച്ച ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ, ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി, ദെൻ അവർ ഒരു ജനറൽ അസംബ്ലി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പോലും ശരിക്കും എന്താണ് മൊണാർക്കുകളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം അവർക്കതൊന്നും കഴിയാതെ പറ്റുക. അപ്പോൾ ശരിക്കും ഇനി നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അവസ്ഥയിൽ ശരിക്കും നമ്മളുടെ ഈ ഒരു ലിബറൽ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ബാക്കിയായിട്ട് ഡെമോക്രാറ്റിക് ഒരു നേഷൻ മേക്കിംഗ് ഒന്നും അല്ല നമ്മൾ കാണാൻ പോവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനകത്ത് നിന്ന് ഈ ഡെമോക്രസിയൊക്കെ അതിനകത്ത് നിന്ന് വേർപെട്ട് പോവുകയാണ്. അപ്പോൾ ശരിക്കും ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഒരേ ഭാഷ സംസാരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു രാജ്യം എന്നുള്ള ആ ഒരു ജനങ്ങളുടെ വികാരത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസർവേറ്റീവ്സ് അവർ മുതലെടുക്കുക. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഡെമോക്രസി എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ മാറ്റിയിട്ട് ഒരു രാജ്യം, അപ്പോൾ ആ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നേഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ശരിക്കും ചെയ്യുന്നത്? അല്ല, അവരുടെ പവർ, അവരുടെ ആ ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ആയിട്ടുള്ള ഒരു രാജ്യം, ദെൻ അവരുടെ വീണ്ടും ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് അവരത് ഈ ഒരു നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസർവേറ്റീവ്സ് ഏറ്റെടുക്കുക. ഇതെങ്ങനെയാണ് ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ഒക്കെ യൂണിഫിക്കേഷനിലേക്ക് നയിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? നാഷണലിസം എന്ന് പറയുന്നത് ശരിക്കും മിഡിൽ ക്ലാസ്സിൽ ആയിട്ടുള്ള ആൾക്കാരുടെ ലിബറൽ തോട്ട്സിനെയാണ് നമ്മൾ ശരിക്കും നാഷണലിസം എന്ന് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഷണലിസം എന്ന് പറയുന്നത് കൺസർവേറ്റീവ്സിന് അവരുടെ പൊളിറ്റിക്കൽ ഡോമിനൻസും അവരുടെ പവറും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് യൂറോപ്പിൻ്റെ മേൽ അവർക്കുള്ള ആ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ശരിക്കും കൺസർവേറ്റീവ്സ് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് നമ്മൾ ശരിക്കും ജർമ്മനിയുടെ യൂണിഫിക്കേഷനിൽ കാണുക. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയാണ്. അപ്പോൾ ശരിക്കും ജർമ്മനിയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ യൂറോപ്യൻ ഗവൺമെൻറ് ഒക്കെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രഷ്യ അതിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുക. അപ്പോൾ ശരിക്കും പ്രഷ്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഓട്ടോ വോൺ ബിസ്മാർക്ക്, ആ പേര് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ചീഫ് ആർക്കിടെക്റ്റ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹമാണ് നമ്മുടെ ജർമ്മനിയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ശരിക്കും മിലിറ്ററിയുടെയും ബ്യൂറോക്രാറ്റ്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ജർമ്മനിയെ ഏകോപിപ്പിക്കാനായിട്ട്, അതായത് ജർമ്മൻ സ്പീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറിയിലുള്ള ആൾക്കാരെ എല്ലാവരെയും ഒരു കൺട്രി ആക്കാനായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ദെൻ അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 wars over 7 years, 7 വർഷത്തിനുള്ളിൽ 1864 മുതൽ 1870 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ 3 യുദ്ധങ്ങളാണ് റഷ്യ ലീഡർഷിപ്പ് എടുത്ത് നടക്കുക. അപ്പോൾ ശരിക്കും ആ ഒരു യുദ്ധങ്ങളിൽ നമ്മളുടെ റഷ്യൻ വിക്ടറി നടക്കുന്നത് ഓസ്ട്രിയ, ഡെൻമാർക്ക് ആൻഡ് ഫ്രാൻസ്, ഈ 3 രാജ്യങ്ങളിൽ. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ ആണ് ജർമ്മൻ ആ ഒരു സാമ്രാജ്യം നീണ്ടു നിവർന്ന് കിടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഓരോ കൺട്രികളുടെയും അധീശതയിൽ നിന്ന് ജർമ്മനിയെ പ്രഷ്യ, അതായത് ഓട്ടോ വോൺ ബിസ്മാർക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു 3 യുദ്ധങ്ങൾ, ശരിക്കും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിന് ശേഷം അവസാനത്തെ വിക്ടറി ആരുടെ ആയിരുന്നു? പ്രഷ്യയുടെ ആയിരുന്നു. ഇതിനെ തുടർന്ന് പ്രഷ്യൻ കിങ് ആയിട്ടുള്ള കൈസർ വില്യം ഒന്നാമൻ, അദ്ദേഹം വെസൽസ് കൊട്ടാരത്തിൽ വെച്ചിട്ട് ശരിക്കും ജർമ്മൻ എംപയറിൻ്റെ ഹെഡായിട്ട് ആ ഒരു ചാർജ് ഏറ്റെടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1871 ജാനുവരിയിലാണ്. അപ്പോൾ ശരിക്കും പ്രഷ്യൻ മോഡലിൽ നമ്മളുടെ കറൻസി സിസ്റ്റം, ബാങ്കിങ് സിസ്റ്റം ആൻഡ് ലീഗൽ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോഡേണൈസേഷനാണ് ജർമ്മൻ പീപ്പിളിൻ്റെ അവിടെയും അല്ലെങ്കിൽ ജർമ്മനിയിലും പ്രഷ്യൻ മോഡൽ വെച്ചിട്ട് ഇദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതാണ് ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലേ, ശരിക്കും ഒരു നേഷൻ സ്റ്റേറ്റായി, ഒരു നേഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ടായി ജർമ്മനി എന്ന് പറയുന്ന ഒരു കൺട്രി. പക്ഷേ ശരിക്കും ഒരു ഡെമോക്രസി ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ആ ഒരു റവല്യൂഷണറീസിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ ലിബറൽ തോട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രി, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ശരിക്കും ഒരു നേഷൻ മേക്കിംഗ് ആയി. അപ്പോൾ ശരിക്കും ഇതൊക്കെ കൂടുതൽ ഫേവർ ചെയ്യുന്നത് ഈ പറയുന്ന കൺസർവേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ മൊണാർക്കുകളെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റലിയുടെ യൂണിഫിക്കേഷനാണ്. ഒരു
19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റലി എന്ന് പറയുന്നത് 7 സ്റ്റേറ്റുകളായിട്ട് ഇങ്ങനെ ഒരു സ്കാറ്റേർഡ് എംപയർ ആയിരുന്നു ശരിക്കും ഇറ്റലി എന്ന് പറയുന്നത്, ഓവർ 7 സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൽ സാർഡീനിയ പീഡ്മോണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു ഇറ്റാലിയൻ റൂൾ അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ പല പല ആൾക്കാരുടെ കീഴിലായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഹാബ്സ്ബർഗ് എംപയറിൻ്റെ കീഴിലായിരുന്നു, ഓസ്ട്രിയ. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രൽ പാർട്ടാണെങ്കിൽ പോപ്പിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ദെൻ അതിൻ്റെ സദേൺ പാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൂബൻ കിങ്സ് ആയിരുന്നു. അപ്പോൾ നമ്മളുടെ സ്പെയിൻ, ബൂബൻ കിങ്സ് ഓഫ് സ്പെയിൻ ആണ്. അപ്പോൾ ഇങ്ങനെ പലരുടെ കീഴിലായിരുന്നു. അപ്പോൾ ശരിക്കും ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുന്ന ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ എന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ മെയിനായിട്ടും 3 ആൾക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾസ് അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് അതാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം കാണേണ്ടത്. ഗിസപ്പെ മസീനി, ഗിസപ്പെ ഗാരിബാൽഡി ആൻഡ് കേവൽ. അപ്പോൾ ഇതിൽ നമ്മൾ മസീനിയെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, റവല്യൂഷണറീസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയായിട്ട് ഒന്നും കൂടെ നോക്കിയേക്കാം. ഫസ്റ്റ് ഗിസപ്പെ മസീനി. അപ്പോൾ ശരിക്കും ഇറ്റലിയുടെ ഒരു യൂണിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇനിഷ്യേറ്റ് ചെയ്തത് തന്നെ മസീനി ആയിരുന്നു. പക്ഷേ അത് സക്സസ് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇദ്ദേഹം ശരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഹെഡായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് സീക്രട്ട് സൊസൈറ്റികളായിട്ടുണ്ടായിരുന്ന യങ് ഇറ്റലി, യങ് യൂറോപ്പ്, അതൊക്കെ അദ്ദേഹമായിരുന്നു ഫൗണ്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ദെൻ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ത്രൂ എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഈവൻ ഫെയിലർ ആയിരുന്നെങ്കിൽ പോലും ഇദ്ദേഹമാണ് ഈ ഒരു യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ തുടങ്ങിയതും ഇതിനെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചതും തുടക്കം കുറിച്ചതും ഇദ്ദേഹമായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് ഗിസപ്പെ ഗാരിബാൽഡിയെ കുറിച്ചാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു റെവല്യൂഷണറി ആയിരുന്നു, പക്ഷേ ട്രമൻഡസ് ആയിട്ടുള്ള പീപ്പിൾ സപ്പോർട്ട്, ഇറ്റാലിയൻ പെസൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനെയാണ് നമ്മൾ ഹീറോ ഓഫ് റെഡ് ഷർട്ട്സ് എന്ന് വിളിക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ ഇറ്റലിയുടെ ആ ഒരു യൂണിഫിക്കേഷൻ്റെ പ്രോസസ്സൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നോർത്തിലും സെൻട്രൽ പാർട്ടിലും സൗത്തിലും ഒക്കെ പല പല ആൾക്കാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും ഈ നോർത്തിൽ നിന്ന് തൊട്ട് ഇങ്ങനെ പിടിച്ചടക്കി പോരുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു മാർച്ച് നടത്താണ് ടുവേർഡ്സ് ദ സൗത്ത്. അപ്പോൾ സൗത്തിലേക്ക് ഇദ്ദേഹം ഈ പോകുന്ന അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജനപിന്തുണയാണ് അല്ലേ. അപ്പം ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയുടെ ഏകീകരണം, അവർക്കൊരു രാജാവ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഒന്നും വെച്ചിട്ടൊന്നും അല്ല കേട്ടോ. ശരിക്കും ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള പീപ്പിളാണ്. അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തോടുള്ള ആ ഒരു കൂറ്, ഇദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം, അപ്പോൾ ഇദ്ദേഹം എന്ത് പറയുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു സപ്പോർട്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ സൗത്തിലേക്ക് വന്ന് സ്പാനിഷ് റൂൾസ് ഒക്കെ ശരിക്കും ഡ്രോ ഔട്ട് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കേവൽ. അപ്പോൾ ഇദ്ദേഹം ശരിക്കും ഗിസപ്പെ ഗാരിബാൽഡിയുടെ സഹായത്തോടെയാണ് ഈ മൂവ്മെൻറ്റ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കേവൽ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റും ആയിരുന്നില്ല, ഒരു റെവല്യൂഷണറിയും ആയിരുന്നില്ല. പക്ഷേ ഇത് റിയൽ മേക്കർ ഓഫ് ഇറ്റലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ റിയൽ മേക്കർ ഓഫ് ഇറ്റലി എന്ന് അറിയപ്പെടുന്നത് കേവലാണ്. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഫ്രാൻസുമായിട്ടും ദെൻ അതുപോലെ തന്നെ ഓസ്ട്രിയയുമായിട്ടുള്ള വാർസൊക്കെ ജയിക്കുന്നത്. ദെൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മസീനി, ഗാരിബാൽഡി ആൻഡ് കേവൽ, ഈ 3 പേരുടെയും ഹാർഡ് വർക്കാണ് ആക്ച്വലി ദ ഹാർഡ് വർക്ക് ഓഫ് ദീസ് 3 പീപ്പിൾ പേവ് ദ വേ ടു ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മളുടെ സാർഡീനിയ പീഡ്മോണ്ട്, അപ്പോൾ അവിടെ റൂൾ ചെയ്തിരുന്ന വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ് 1861 യൂണിഫൈഡ് ഇറ്റലിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സ്ഥാനം ഏൽക്കുകയാണ്. ശരിക്കും ഇദ്ദേഹം ലേറ്റർ ഫാദർ ഓഫ് ഫാദർലാൻഡ് എന്നുള്ള ആ ഒരു ടൈറ്റിലൊക്കെ ഇദ്ദേഹത്തിന് നൽകപ്പെടുകയുണ്ടായി. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ശരിക്കും ഇറ്റലിയുടെ ആണെങ്കിലും ജർമ്മനിയുടെ ഒക്കെ ആണെങ്കിലും യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാജ്യം എന്നുള്ള ഒരു കൺസെപ്റ്റിലൊന്നും ആയിരുന്നില്ല. ഓരോ രാജാക്കന്മാർ, ഇപ്പോൾ നമ്മളുടെ ജർമ്മനിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രഷ്യൻ സ്റ്റേറ്റ്, പ്രഷ്യയുടെ, ദെൻ ഇവിടെ ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർഡീനിയ പീഡ്മോണ്ടിൻ്റെ ആ ഒരു രാജാവായിരുന്ന അദ്ദേഹത്തിന് അവർക്ക് അവരുടെ പവറും അവരുടെ പൊളിറ്റിക്കൽ ഡോമിനൻസും ഒക്കെ കൂട്ടാനായിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഈ നേഷൻ മേക്കിംഗ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രിട്ടൻ്റെ കേസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടൻ്റെ ആ ഒരു യൂണിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു പുതിയ കാര്യമൊന്നുമല്ല, അത് നാളുകളായിട്ടുള്ള ശ്രമഫലമായിരുന്നു. അപ്പോൾ അതിനു മുന്നേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പോൾ ശരിക്കും 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിങ്ങൾ മാപ്പ് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആ മാപ്പിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്കൊരു ഇത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ ഒരു മിഡിൽ പാർട്ട്,
അപ്പോൾ ഇവിടെയാണ് ശരിക്കും വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഇംഗ്ലണ്ട് ഫിനാൻഷ്യലി ആൻഡ് അവരുടെ എക്കോണമി ഭയങ്കരമായിട്ട് വളരുകയാണ്. അപ്പോൾ അവരങ്ങനെ ഭയങ്കര പ്രോസ്പെറസ് ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടനിലെ ആ ഒരു ബ്രിട്ടീഷ് പീപ്പിളിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും അവിടെ മെയിൻലി ക്രിസ്ത്യൻസ് ആണുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലെ 2 തരം ആൾക്കാരാണ് അപ്പോൾ അവിടെ, കാത്തലിക്സും പ്രൊട്ടസ്റ്റൻറ്റും. കാത്തലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർഷങ്ങളായിട്ട്, അതായത് പഴയ ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്ത് വരുന്നവർ. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം. അപ്പോൾ ശരിക്കും ഇതിൽ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഭയങ്കര വെൽത്ത് ആൻഡ് ആ ഒരു എക്കണോമിക്കലി ഭയങ്കര ഫിനാൻഷ്യലി സൗണ്ട് ആയത് പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ അപ്പോൾ അവിടുത്തെ അധീശത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഡോമിനൻസ് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റുകാരുടെ അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ പോലെ പക്ഷേ അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ഒക്കെ മെജോറിറ്റി എന്ന് പറയുന്നത് കാത്തലിക്സ് ആണ്. അപ്പോൾ പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ ഭയങ്കര താഴെയാണ്. അപ്പോൾ ഈ പറയുന്ന വെൽത്തും ആ ഒരു ഫിനാൻഷ്യലി ഭയങ്കര നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ബ്രിട്ടീഷുകാർ, അതായത് അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ, ശരിക്കും സ്കോട്ട്ലൻഡിലെ കുറച്ച് പ്രൊട്ടസ്റ്റന്റുകാരുണ്ടല്ലോ, അവരെയും ഇതുപോലെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു അധീശതത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അവിടെയും അപ്പോൾ ആ ഒരു ഡോമിനേറ്റിംഗ് പീപ്പിളായിട്ട് പ്രൊട്ടസ്റ്റന്റുകാർ വരികയാണ്. അപ്പോൾ കാത്തലിക്സിനെയൊക്കെ അടിച്ചമർത്തി. ദെൻ അപ്പോൾ അങ്ങനെ സ്കോട്ട്ലൻഡും അവരോട് അതായത് ബ്രിട്ടീഷുകാരോട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുക. ദെൻ ഇതുപോലെ തന്നെ അയർലൻഡിലും കാത്തലിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെയും ഉള്ള കുറച്ച് പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഇതുപോലെ ഹെൽപ്പൊക്കെ കൊടുത്ത്, നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് ഹെൽപ്പൊക്കെ കൊടുത്ത് ദെൻ ഈ ഇംഗ്ലണ്ടുകാരിലേക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ അയർലൻഡ് 2ആയിട്ട് വിഭജിക്കപ്പെടുകയാണ്. നോർത്തേൺ അയർലൻഡും ദെൻ ബാക്കി താഴെ കാണുന്നതാണ് ശരിക്കുള്ള അയർലൻഡ്. അപ്പോൾ ഈ നോർത്തേൺ അയർലൻഡും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനോട് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ശരിക്കും ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു സംഭവം ശരിക്കും അതിനകത്ത് എന്തൊക്കെ പെടും? നമ്മുടെ നോർത്തേൺ അയർലൻഡ് വരും, സ്കോട്ട്ലൻഡ് വരും, ഇതിൻ്റെ താഴെ വെയിൽസ് വരും, ആൻഡ് ഇംഗ്ലണ്ട് വരും. ഇവരെല്ലാവരും കൂടെ കൂടിയാണ് ദ ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹിസ്റ്ററി കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും അവിടെ എന്താ സംഭവിച്ചെന്നുള്ള ഒരു ഓവറോൾ പിക്ചർ ആകട്ടെ. അപ്പം നമുക്ക് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ 18-ാം നൂറ്റാണ്ടിൽ ശരിക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ബ്രിട്ടീഷ് എംപയറിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടോ, ശരിക്കും അവിടെ ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പുകളായിരുന്നു. പല കൾച്ചറൽ ആയിട്ടുള്ള ഒറിജിനുള്ള പലതരം ആൾക്കാർ, ഐറിഷ് പീപ്പിളുണ്ട്, വെയിൽസ് ഉണ്ട്, ഇംഗ്ലീഷ് പീപ്പിളുണ്ട്, സ്കോട്ടിഷ് പീപ്പിളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കൾച്ചറുള്ള പല എത്നിക് ഗ്രൂപ്പുകളായിരുന്നു. അങ്ങനെയുള്ള എത്നിക് ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമായിരുന്നു ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി 1688 ഒരു ഇംഗ്ലണ്ടിലെ ഒരു നാഷണൽ സ്റ്റേറ്റ് ആയിട്ട് ആദ്യമേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് പാർലമെൻറ്റ് അധികാരം പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെയാണ് നമ്മൾ പറയുന്നതാണല്ലോ പ്രൊട്ടസ്റ്റന്റുകളും കാത്തലിക്സും തമ്മിലുള്ള ഒരു ഇഷ്യൂ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷമാണ് 1707 ആക്ട് ഓഫ് യൂണിയൻ വരുന്നത്. അപ്പോൾ ആക്ട് ഓഫ് യൂണിയൻ്റെ ഫലമായിട്ടാണ് ശരിക്കും യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? സ്കോട്ട്ലൻഡിൽ അവർക്ക് അവരുടേതായ ലാംഗ്വേജ്, ഗെലിക് ലാംഗ്വേജ് സംസാരിച്ചിരുന്നവരാണ്. അവർക്ക് അവരുടേതായ വസ്ത്രധാരണ രീതി ഉണ്ടായിരുന്നു, അവരുടേതായ കൾച്ചറൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സപ്രസ് ചെയ്തിട്ട് ശരിക്കും ഇംഗ്ലണ്ടിനുമായിട്ട് ഇവരെ ഫോഴ്സ്ഫുള്ളി അങ്ങോട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ടാവുന്നത്. ശരിക്കും കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് ഇതേ ഒരു അവസ്ഥ അയർലൻഡിൻ്റെ പീപ്പിളും, അതായത് നോർത്തേൺ അയർലൻഡിലും സംഭവിക്കുക. അപ്പോൾ ശരിക്കും അയർലൻഡിലും കുറേ റിവോൾട്ട്സ് ഒക്കെ എഗനസ്റ്റ് ദി ബ്രിട്ടീഷ് പീപ്പിൾ നടക്കുന്നുണ്ടായിരുന്നു. വോൾഫ് ടോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും യുണൈറ്റഡ് ഐറിഷ്മാൻ എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പോരാടി, പക്ഷേ അതും ഫെയിലായി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം 1801 നമ്മളുടെ സ്കോട്ട്ലൻഡിൽ സംഭവിച്ചതുപോലെ നോർത്തേൺ അയർലൻഡും ഫോഴ്സ്ഫുള്ളി ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു അധീശതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ശരിക്കും എന്താണ്, അയർലൻഡ് 2ആയിട്ട് വേർതിരിയപ്പെട്ടു. നോർത്തേൺ അയർലൻഡ് ഇംഗ്ലണ്ടിൻ്റെ കൂടെ കൂടിച്ചേർക്കപ്പെട്ടു. ദെൻ അതേസമയം അയർലൻഡ് വേറൊരു കൺട്രി ആയിട്ട് തന്നെ, അല്ലെങ്കിൽ അവർക്കൊരു ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആയിട്ട് അവർ നിലനിൽക്കുക. അപ്പോൾ ശരിക്കും പിന്നെ നമ്മളുടെ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും അയർലൻഡും കൂടെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം ആവുന്നത്.
അങ്ങനെ അയർലൻഡിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും ഒക്കെ അവരവരുടേതായ അവരുടെ കൾച്ചറും അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ ശരിക്കും സപ്രസ് ചെയ്തിട്ട് ബ്രിട്ടീഷ് നേഷൻ അങ്ങ് ആ ഒരു ഐഡൻറ്റിറ്റി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നു, ഇംഗ്ലീഷ് കൾച്ചർ കൂടുതൽ ഡോമിനൻ്റ് ആകുന്നു, നാഷണൽ ആന്തം അതുപോലെ അവരുടെ നാഷണൽ ഫ്ലാഗ് യൂണിയൻ ജാക്ക്. അപ്പം അങ്ങനെ മൊത്തത്തിൽ മറ്റ് രണ്ട് ആ ഒരു എത്നിക് ഗ്രൂപ്പുകളുടെയും ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാണ്ടാക്കി ബ്രിട്ടീഷുകാർ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രേഞ്ച് കേസാണ് അല്ലേ. അപ്പോൾ ഇതാണ് യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെക്ചർ നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ലെക്ചറിൽ നമുക്ക് ഈ ഒരു നാഷണലിസം ഇൻ യൂറോപ്പിൻ്റെ ബാക്കി പോർഷൻസ് കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.